ഏഴാം ശ്ലോകം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം തത്സജന്മ കഥാ കിമർത്ഥം ച. മുമ്പ് പറഞ്ഞു, ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞു. ആ ജന്മം തത്സജന്മ കഥ എപ്പോ സംഭവിക്കുന്നു, കിമർത്ഥം എന്തിനു വേണ്ടി സംഭവിക്കുന്നു? ഇത്യുച്യതേ യഥാ 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 ഹി ധർമ്മസ്യ ഗ്ലാനഹി ഹാനിഹി വർണ്ണാശ്രമാദിലക്ഷണസ്യ പ്രാണിനാം അഭ്യുദയ നിശ്രേയസ സാധനസ്യ ഭവതി. യഥാ യഥാ ഹി എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്? ധർമ്മം ഗ്ലാനിഹി ഹാനി. ഗ്ലാനി എന്ന് പറഞ്ഞാൽ ഹാനി. ധർമ്മത്തിന് എപ്പോഴാണോ ഹാനി സംഭവിക്കുന്നത്? എന്താണ് ഈ ധർമ്മം? പറയുന്നു വർണ്ണ ആശ്രമാദിലക്ഷണസ്യ. വർണ്ണവും ആശ്രമവും, ബ്രാഹ്മണാദി വർണ്ണങ്ങളും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളും, പിന്നെ അതിൽ വരുന്ന ആചാരങ്ങൾ, ഇവയെല്ലാം അതാണ് ധർമ്മം ആയിട്ട് സ്വീകരിച്ചിരുന്നത്. കാരണം മനുഷ്യന്റെ ജീവിതം ഈ വർണ്ണവും ആശ്രമവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണാശ്രമാദികളാണ്. ആ കാലത്തിലേക്ക് അതിനപ്പുറം ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടിവിടെ പറയുന്നു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണാശ്രമാദികളാണ്. അതിനനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. ധർമ്മരക്ഷ എന്ന് പറയുന്നത് അതിനെ പരിപാലിക്കുകയാണ്. പ്രാണിനാം അഭ്യുദയ നിശ്രേയസ സാധനസ്യ. പ്രാണികളുടെ എന്നുവെച്ചാൽ ജീവന്മാരുടെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും സാധനമായിരിക്കും. അഭ്യുദയത്തിനും നിശ്രേയസ മോക്ഷത്തിനും. അപ്പോൾ അത് നമ്മുടെ ശ്ലോകത്തിൽ ധർമ്മം എന്താണെന്ന് നിർവചിക്കുന്നില്ല. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും ആവർത്തിച്ച് പറയുന്നത് വർണ്ണ ആശ്രമ ധർമ്മം അതാണ് മോക്ഷത്തിന് വരെ കാരണമായിരിക്കും. അതിനെ പരിപാലിക്കുക. അതിനെ പരിപാലിക്കുന്നതിലൂടെ അഭ്യുദയം മാത്രമല്ല നിശ്രേയസം മോക്ഷം കൂടിയും അതിലൂടെ സാധ്യമാകൂ. അതുകൊണ്ട് വർണ്ണ ആശ്രമ വ്യവസ്ഥകളെ മനുഷ്യൻ പരിപാലിക്കണം എന്നാണ്. അതാണ് അഭ്യുദയ നിശ്രേയസ സാധനസ്യ വർണ്ണാശ്രമാദിലക്ഷണസ്യ. വർണ്ണാശ്രമാദികൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. മോക്ഷം നേടണമെങ്കിലും ഒരുവൻ വർണ്ണധർമ്മം ആശ്രമധർമ്മം ഇതിനെയൊക്കെ സ്വീകരിക്കണമെന്നാണ്. അത് വ്യാവഹാരികമായ തലത്തിൽ അതിനെ പൂർണ്ണമായും പിന്താങ്ങുകയാണ് ഭാഷ്യകാരൻ. അങ്ങനെയുള്ള ധർമ്മത്തിന് എപ്പോഴാണോ ഹാനി സംഭവിക്കുന്നത്? ഭാരത അഭ്യുത്ഥാനം ഉദ്ഭവോ അധർമ്മസ്യ. അഭ്യുത്ഥാനം ഉയർച്ച, ഉദ്ഭവം. അധർമ്മത്തിന് എപ്പോഴാണോ വൃദ്ധിയുണ്ടാകുന്നത്, എപ്പോഴാണോ ധർമ്മത്തിന് വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്ക് ഭംഗം വരുന്നത്, മറിച്ച് ധർമ്മത്തിനെപ്പോഴാണോ അധർമ്മത്തിനെപ്പോഴാണോ വൃദ്ധി വരുന്നത്, അപ്പോൾ തഥാ ആത്മാനം സൃജാമ്യഹം മായയാ. അപ്പോൾ ഞാൻ സ്വയം എന്നെ തന്നെ സൃഷ്ടിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? മായ തന്റെ തന്നെ ശക്തി കൊണ്ട് തന്നെ തന്നെ സൃഷ്ടിക്കുന്നു. അതാണ് അവതാരം. സ്വയം തന്നെ മനുഷ്യരൂപത്തെ സ്വീകരിക്കുന്നു. ഭാരത അല്ലയോ അർജുന, യഥാ യഥാ എപ്പോഴെപ്പോഴൊക്കെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഈ
ധർമ്മത്തിന്റെ ഹാനിയും അധർമ്മത്തിന്റെ ഉയർച്ചയും പലതവണ ആവർത്തിക്കുന്നു. എപ്പോഴും ആവർത്തിക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യഥാ യഥാ എന്ന് ആവർത്തിക്കുന്നു. എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മസ്യ ഗ്ലാനി, ധർമ്മത്തിന്റെ ഹാനിയും അധർമ്മസ്യ അഭ്യുത്ഥാനം ച, അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നത് തഥാ തഥാ തഥാ, അപ്പോഴൊക്കെ എന്നുള്ള അർത്ഥത്തിൽ തഥാ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ആ സമയത്തെല്ലാം അഹം ആത്മാനം സൃജാമി, ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കിമർത്ഥം, എപ്പോഴാണ് എന്നുള്ളതിന് സമാധാനം പറഞ്ഞു. എപ്പോഴാണ് അവതാരം സംഭവിക്കുന്നത്? ധർമ്മഗ്ലാനി സംഭവിക്കുമ്പോൾ. അത് എന്തിനു വേണ്ടി? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പരിത്രാണായ ഇതി, പരിത്രാണായ പരിരക്ഷണായ. പരിത്രാണം എന്ന് പറഞ്ഞാൽ പരിരക്ഷ, സംരക്ഷണം. അതിനുവേണ്ടി ആരുടെ സംരക്ഷണത്തിന് വേണ്ടി? സാധുവിന വ്യാഖ്യാനിക്കുന്നത് സന്മാർഗസ്ഥാന, സദാചാരികൾ, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും വിനാശായച്ച ദുഷ്കൃതാം, ദുഷ്കൃതാം ആരാണ്? പാപകാരിണാം, പാപാചാരികൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരുടെ വിനാശത്തിനു വേണ്ടിയും അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും എന്നാണ്. രക്ഷയും നാശവും രണ്ടും ഭഗവത് ധർമ്മത്തിൽപ്പെട്ടതാണ്. സംരക്ഷിക്കുക, നശിപ്പിക്കുക. നന്മയെ സംരക്ഷിക്കുന്നു, തിന്മയെ നശിപ്പിക്കുന്നു. അത് രണ്ടും ഈശ്വര കർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന് രണ്ടിനും വേണ്ടി മാത്രമല്ല, കിഞ്ച ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മസ്യ സമ്യക് സ്ഥാപനം ധർമ്മ സംസ്ഥാപനം തദർത്ഥം, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ധർമ്മത്തെ നല്ലവണ്ണം നിലനിർത്തുക. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. എന്താണ്? വർണ്ണാശ്രമാദി ലക്ഷണസ്യ, വർണ്ണ ആശ്രമം, അതാണ് ധർമ്മം. അതിന്റെ സമ്യക് സ്ഥാപനം, അതിനെ നിലനിർത്തുക സമൂഹത്തിൽ. അങ്ങനെ ധർമ്മത്തെ നിലനിർത്തുക, ധർമ്മ സംസ്ഥാപനം എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി തദർത്ഥം സംഭവാമി, ഞാൻ ജനിക്കുന്നു, ഭവിക്കുന്നു. ഇപ്പോ നേരത്തെ പറഞ്ഞു യഥാ യഥാ, എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി വരുന്നത് അതാണ് ഇവിടെ പറയുന്നത്. യുഗേ യുഗേ, പ്രതിയുഗം എന്നുവെച്ചാൽ അവസരം എപ്പോഴൊക്കെയാണോ അതിനവസരം വരുന്നത് അപ്പോഴൊക്കെ, ഓരോ കാലത്തും. യുഗം എന്ന് വെച്ചാൽ കാലം എന്നുള്ള അർത്ഥത്തിൽ ഓരോ കാലത്തും എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് ആ ധർമ്മത്തിനാണ് വൃദ്ധി വരുന്നത്. അപ്പോഴൊക്കെ ആ ധർമ്മത്തെ നിലനിർത്തുന്നതിനും വേണ്ടി, സത്തുക്കളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും അതോടൊപ്പം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സത്തുക്കളെ സംരക്ഷിക്കുക, മറ്റൊന്ന് ദുഷ്ടന്മാരെ നശിപ്പിക്കുക, മറ്റൊന്ന് ധർമ്മ സംസ്ഥാപനം, ധർമ്മത്തെ നിലനിർത്തുക. ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടി ഓരോ സമയത്തും ഞാൻ ജനിക്കുന്നു. ഇതാണ് അവതാരം എന്നുള്ള സങ്കല്പത്തിന് പ്രമാണമായി വരുന്ന ശാസ്ത്രഭാഗം. ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അവതാരങ്ങളെ സ്വീകരിക്കുന്നത് സനാതനധർമ്മത്തിൽ. സാധൂനാം പരിത്രാണായ, സാധുക്കളെ സജ്ജനങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി, ദുഷ്കൃതാം വിനാശായ, പാപാചാരികളെ നശിപ്പിക്കുന്നതിനും
ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ നിലനിർത്തുന്നതിനും വേണ്ടി അഹം ഞാൻ യുഗേ യുഗേ കാലം തോറും സംഭവാമി ജനിക്കുന്നു, ശരീരത്തെ സ്വീകരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ ശരീരത്തെ സ്വീകരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് തന്നെ ഇനി വേറൊരു ഭാഗത്തും പറയും. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവ. എവിടെയെല്ലാം വിഭൂതി, ഐശ്വര്യങ്ങൾ, അലൗകികമായ ഭാവങ്ങൾ എവിടെയെല്ലാം പ്രകടമാകുന്നുണ്ടോ അതെല്ലാം എന്റെ തന്നെ ആ അംശമാണ് എന്ന് നീ മനസ്സിലാക്കണമെന്നും പറയുന്നു. അതും അവതാരത്തിന്റെ പ്രമാണമായി പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ ചോദിക്കും, ഈ ഭാഗത്ത് വരുന്ന ഒരിതാണ് ഇവർ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുമ്പോൾ അതിൽ ഈശ്വരനിൽ വൈഷമ്യം വരും. അതായത് ക്രൂരത, ദുഷ്ടനിഗ്രഹം തുടങ്ങിയ നിഗ്രഹം പോലെയുള്ള പ്രവൃത്തികൾ അതെല്ലാം ഈശ്വരന്, ജീവന്മാരോട് കാരുണ്യമുള്ള ഈശ്വരന് ചേർന്നതാണോ എന്ന് ചില സംശയങ്ങൾ വരും. അതിനിവിടെ സമാനം പറയുന്നുണ്ട് ചില വ്യാഖ്യാനങ്ങളിൽ. ലാളനെ താടനെ മാതൃ നാകാരുണ്യം യഥാർഭകെ പറയുന്നു. ലാളനം ചെയ്യുന്നതിനും ലാളിക്കുന്നതിനും താടനം ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നത് കൊണ്ടും യഥാ അർഭകെ മാധു അകാരുണ്യം, കുഞ്ഞുങ്ങളോടൊരിക്കലും അമ്മയ്ക്ക് കാരുണ്യം ഇല്ലാതെ വരുന്നില്ല. തദ്വദേവ മഹേശ്വസ് നിയന്തർ ഗുണദോഷയോഹു. അപ്പോൾ ഈ ഗുണദോഷങ്ങളെ, ജീവനിലിരിക്കുന്ന ഗുണദോഷങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. രക്ഷയും ശിക്ഷയും ഒരുപോലെ തന്നെയാണ്. അതൊരമ്മ കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് പോലെയുള്ളൂ. കാരണം ഒരു ജന്മമല്ല, ഇത് അനേക ജന്മങ്ങളുടെ തുടർച്ചയാണ്. ചില ജന്മങ്ങളിൽ അവരെ ശിക്ഷിക്കുന്നു, മറ്റു ചില ജന്മങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനിൽ ജീവന്മാരോട് പക്ഷപാതമോ രാഗദ്വേഷമോ ഒന്നും ആരോപിക്കേണ്ടതില്ല. അതുകൊണ്ട് ഗുണദോഷങ്ങളൊന്നും ഈശ്വരനിൽ സംഭവിക്കുന്നില്ല. അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ശിഷ്ടന്മാരെ ഈശ്വരൻ ശിക്ഷിക്കുന്നതുകൊണ്ട് ഈശ്വരനിൽ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് ഈശ്വരനൊരു ആരോപണമായി പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ, പലരും പറയും നമ്മുടെ ഈശ്വരൻ തന്നെ വന്നിട്ട് ദുഷ്ടന്മാരെ സംഗ്രഹിക്കുന്നു, ദുഷ്ടന്മാരെ സംഹരിക്കുന്നു, ഈശ്വരൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അവിടെ സംഹരിക്കുന്നതെല്ലാം അവരുടെ നിശ്രേയസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ജന്മം ഒന്നല്ല, അനേക ജന്മങ്ങളാണ്. അനേക ജന്മങ്ങളിൽ ഇതെല്ലാം പലതവണ ആവർത്തിക്കുന്നു, പലതവണ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ അതൊന്നും ദോഷമായി ആരോപിക്കാൻ പാടില്ല. അതുകൊണ്ട് അതൊരു ചോദ്യമായി ഇവിടെ സമാധാനം വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സമാധാനം. ഇവിടെ ഈ അവതാര മഹിമയെക്കുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അതടുത്ത് പറയുന്നു. ജന്മ കർമ്മച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. തജ്ജന്മമായാരൂപം കർമ്മച സാധു പരിത്രാണാദി ഈ മമ ദിവ്യം അപ്രാകൃതം ഐശ്വര്യം ഏവം യഥോക്തം യോ വേത്തി
തത്വതഃ തത്വേന യഥാവത് തജ്ജന്മ മായാരൂപം ആ അവതാര ജന്മത്തെ അതെന്താണ് മായാരൂപത്തിലുള്ളതാണ് സ്വമായാശക്തിയിലൂടെ ജീവന്മാർക്ക് മുമ്പിൽ പ്രകടമാക്കുന്ന സ്വന്തം രൂപമാണത്. അത് മായാരൂപമാണ്. അത് മായാരൂപം എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ ജീവന്മാരെ പോലെ പ്രാരബ്ധത്തിന് അധീനമായി വരുന്ന ഒരു ജന്മമല്ല. സ്വയം തന്നെ സ്വയം സൃഷ്ടിച്ചതാണ്. അതിനോട് ചേർന്ന് വരുന്ന കർമ്മവും ആ ജന്മത്തോടുകൂടി ചേർന്ന് കർമ്മവും വരുന്നുണ്ട്. അവതാരത്തോടുകൂടി ചേർന്ന് ദിവ്യമായിരിക്കുന്ന കർമ്മങ്ങൾ, അലൗകികമായിരിക്കുന്ന കർമ്മങ്ങൾ, സാധു പരിത്രാണാദി, സാധുക്കളെ സംരക്ഷിക്കുക, ദുഷ്ടന്മാരെ സംഹരിക്കുക തുടങ്ങിയ അലൗകികങ്ങളായ ദിവ്യങ്ങളായ ഈശ്വരീയമായ കർമ്മങ്ങൾ. അതാണ് മേ മമ ദിവ്യം അപ്രാകൃതം. ദിവ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവകർമ്മങ്ങളല്ല. ജീവന്മാരുടെ കർമ്മങ്ങൾ അത് എത്ര ശ്രേഷ്ഠമായാലും ശരി, എത്ര സൽക്കർമ്മങ്ങളായാലും ശരി, ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം അത് വിലക്ഷണമാണ്, വ്യത്യസ്തമാണ്. എന്താണത്? ഐശ്വര്യം. അത് ഈശ്വരീയമാണ്. ആ കർമ്മങ്ങൾ അലൗകികമായിട്ടുള്ള ഈ കർമ്മങ്ങൾ ഏവം യഥോക്തം ഈ പറഞ്ഞതായ ദുഷ്ടനിഗ്രഹം, സത്തുക്കളുടെ സംരക്ഷണം, ധർമ്മ സംസ്ഥാപനം, ഈ കർമ്മങ്ങൾ യോ വേത്തി ആരാണോ അറിയുന്നത്, ആ ജന്മത്തെ ആ കർമ്മങ്ങളെ തിരിച്ചറിയുന്നത് എന്താണ്? അത് അലൗകികമാണ്, അത് ഈശ്വരീയമാണ് എന്നിങ്ങനെ ആരാണോ അതിനെ തിരിച്ചറിയുന്നത് തത്വേന യഥാവത് അതിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നു. ഇത് ജീവകർമ്മങ്ങളല്ല, ഇത് ഈശ്വരീയ കർമ്മങ്ങളാണെന്നറിയുന്നതാണ് തിരിച്ചറിയുന്നത്. ഇത് അവതാര കർമ്മങ്ങളാണെന്ന് അതെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിന് ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആരാണോ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിയൽ മതി. എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ഈശ്വര അവതാരത്തെ അവതാരമായി ഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരു അവതാരത്തെ അവതാരമായി ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ എന്ന് പറയുന്നു, ഇമം ദേഹം തെക്വ, അവർ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്ത്? അങ്ങനെ അവർ ഏതൊരു ജന്മത്തിലാണോ അതിനെ തിരിച്ചറിയുന്നത് ആ ജന്മത്തിൽ തന്നെ എന്നർത്ഥം. പിന്നീട് വരും ജന്മങ്ങളുടെ ആവശ്യമില്ല. ഇമം ദേഹം തെക്വ പുനർജന്മ പുനരുത്പത്തി, ആ വർത്തമാന ജന്മം കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ അങ്ങനെ ഒരു അവതാരത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരു വ്യക്തി ആ ജന്മം കഴിഞ്ഞിട്ട് പുനർജന്മ പുനരുത്പത്തി നെയ്തി ന പ്രാപ്നോതി, പിന്നീട് ഒരു ജന്മത്തെ അവർ പ്രാപിക്കുന്നില്ല. അങ്ങനെ ഒരു അവതാരത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് തന്നെ അയാളുടെ അന്ധകാരം എല്ലാം നശിച്ച് അയാൾക്ക് വേണ്ട ജ്ഞാനവും ഭക്തിയും എല്ലാം പ്രാപിച്ച് മാം ഏതി ആഗച്ഛതി എന്ന് പറയുന്നു. മാം ഏതി എന്നെ തന്നെ പ്രാപിക്കുന്നു, ആ അവതാരത്തെ തന്നെ പ്രാപിക്കുന്നു, ഈശ്വരനെ തന്നെ അവർ പ്രാപിക്കുന്നു. പുനർജന്മ നയേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഏതി എന്നാണ്. പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? മാം ഏതി എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഒരു അവതാരത്തിന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കുന്ന ഒരു ജീവൻ ആ ജന്മത്തിൽ തന്നെ ശരീരനാശത്തോടുകൂടി അയാൾ മോക്ഷത്തെ പ്രാപിക്കുന്നു. സമുച്ഛതേ ഹേ അർജുന, അല്ലയോ അർജുന, മോചിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഒരാളങ്ങനെ ഒരു അവതാരത്തെ അറിഞ്ഞ് ആരാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ മറ്റ് സാധനയൊന്നും അനുഷ്ഠിക്കാതെ ആ ജന്മത്തിൽ അയാൾക്ക് ജ്ഞാനമൊന്നും പ്രാപിക്കാതെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മോക്ഷത്തെ പ്രാപിക്കുമോ എന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ അത് പറയുന്നത് ആരാണോ അങ്ങനെ ഒരു അവതാരത്തെ അറിഞ്ഞ് അവതാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരഭാവത്തിൽ ആരാധിക്കുന്നത്, അപ്പോൾ ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഈ ഇവിടെ പറയും എന്താണ്
അന്ധകാലേതു മാമേവ സ്മരൻ മുക്ത കളയപരം എന്ന് ഇനി വേറെ ഭാഗത്ത് പറയുന്നു. ആരാണോ അവസാന സമയത്ത് അങ്ങനെ ഒരാൾ തീവ്രമായി ഭയഭക്തിയോടുകൂടി ദൃഢമായ സങ്കല്പത്തോടുകൂടി ആരാണോ അങ്ങനെ ഒരു അവതാരത്തെ ആശ്രയിക്കുന്നത് അവർക്ക് അവസാന സമയത്ത്, അതായത് മരണസമയത്ത് അവർക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടായി. ഒരു ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി ആ സമയത്ത് അവർക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടായി. അതുവരെ അവർക്ക് ജ്ഞാനം ഉണ്ടായിട്ടില്ല. അവിടെ പ്രാരബ്ധം അനുസരിച്ച് ആ ജീവന് ദുരിതങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും ആ മരണസമയത്ത് അവർക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടായി, അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. അതാണ് വേറൊരു ഭാഗത്തും പറയുന്നത് അന്ധകാലേത് മാമേവ സ്മരൻ മുക്ത കളയവൻ. ആ അന്തിമ സമയത്ത് അവർക്ക് ഈശ്വര സ്മരണ ഉണ്ടാവും. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതവർ ചെയ്ത ആ ആരാധനയുടെ ഫലമായിട്ട്. അതുവരെ അവർക്ക് യോഗ്യതയില്ലാത്തയാളാണെങ്കിൽ അതുണ്ടാകുമോ? യോഗ്യതയില്ലാത്തയാളിന് ആ സമയത്ത്, അതായത് ഈ മരണസമയത്തുണ്ടാകുന്ന മോക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരാളിപ്പോൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അയാൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും അത് ഉണ്ടാകുന്നില്ല. ഉണ്ടാകാതിരുന്നാലും മരണസമയത്ത് അതുണ്ടാകാവുന്നതാണ്. ജ്ഞാനപ്രാപ്തിയും മരണസമയത്ത് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു, മരണം സംഭവിക്കുന്നു, അയാൾ മോക്ഷം നേടുന്നു. അതെന്തുകൊണ്ടാണ്? അതുവരെ അത് സംഭവിക്കാതിരുന്നത്. അയാൾ അതിനു മുമ്പും അയാൾ ആരാധിച്ചിരുന്നല്ലോ. ഒരാൾ ഒരു അവതാരത്തെ ആശ്രയിക്കുന്നു, ഈശ്വരനായി സങ്കല്പിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ ഉണ്ടായിക്കൂടാ? അങ്ങനെ ഒരു അവതാരത്തിന് ശക്തിയുണ്ടെങ്കിൽ അത് പറയുന്നത് അതുണ്ടാകാത്തത് അയാളുടെ പ്രാരബ്ധം. നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രാരബ്ധം തടസ്സമായി നിൽക്കുന്നതുകൊണ്ട്. ആ പ്രാരബ്ധം എന്ന് പറയുന്നത് പുണ്യപാപ മിശ്രമായി കിട്ടുന്ന ശരീരമാണ്. ആ ശരീരത്തിലിരിക്കുന്ന ജീവന് ആ ശരീര സംബന്ധിയായി വരുന്ന പ്രാരബ്ധ അനുസാരിയായി വരുന്ന പാപങ്ങൾ പ്രതിബന്ധമായി നിൽക്കുന്നതുകൊണ്ട് അയാൾ സശരീരനായിരിക്കുമ്പോൾ, ജീവനോടുകൂടി ശരീരത്തിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ജ്ഞാനപ്രാപ്തിയോ മോക്ഷമോ ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അന്ധകാലത്തിൽ, മരണസമയത്ത്, അതായത് ഈ പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്ന സമയത്ത്, പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്നത് ആ സമയത്താണ്. മരണം എന്ന് പറയുന്നത് പ്രാരബ്ധത്തിന്റെ അവസാനമാണ്. ആ അവസാനം വരുന്ന ആ സമയത്ത് അയാളുടെ ആരാധനയും അയാളുടെ സങ്കല്പവും എല്ലാം അനുസരിച്ച് അയാളുടെ പാപങ്ങൾ നിശേഷം ഒടുങ്ങുന്നു, പുണ്യവൃദ്ധി ഉണ്ടാകുന്നു, അതിന്റെ ഫലമായി അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇതെല്ലാം ഏകക്ഷണത്തിൽ സംഭവിക്കുന്നതാണ്. ഏത് സമയത്താണോ പ്രാരബ്ധം ഒടുങ്ങുന്നത്, ശരീരനാശം സംഭവിക്കുന്നത്, ആ സമയത്ത് സാധാരണ മനുഷ്യനെ പോലെ വീണ്ടും ദുരിതങ്ങളും കൊണ്ട് വേറെ ശരീരം എടുക്കാൻ വേണ്ടി ആ ജീവൻ പോകുന്നില്ല. ഏകക്ഷണത്തിൽ തന്നെ അയാൾക്ക്, അതാണ് അന്ധകാലേ എന്ന് പറയുന്നത്, ഏകക്ഷണത്തിൽ തന്നെ അയാൾക്ക് അയാളുടെ സങ്കല്പവും വിശ്വാസവും അയാളുടെ ആരാധനയും എല്ലാം അനുസരിച്ച് അയാൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്. ആ സമയത്തതുണ്ടാകുന്ന അങ്ങനെയാണ്. ഇവിടെ പ്രാരബ്ധം ഒടുങ്ങുമ്പോൾ, പ്രതിബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ ഈശ്വര അനുഗ്രഹം കൊണ്ട്, ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട്. കാരണം ഈശ്വരൻ തന്നെയാണ് ഭൂമിയിൽ ഈ രൂപത്തിൽ വന്നത്, മനുഷ്യരൂപത്തിൽ വന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആരാധിച്ചതുകൊണ്ട്, ആ ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ നിമിഷം എന്ത് ചെയ്യുന്നു? അയാൾ ജ്ഞാനമോ ഭക്തിയോ എന്താണോ അയാൾക്ക് വേണ്ടത് അത് നേടി മുക്തനായിത്തീരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തെക്വാ ദേഹം, ആ വർത്തമാന ദേഹത്തെ, ഏത് ജന്മത്തിലാണോ അയാൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായത് ആ ജന്മത്തിലെ ആ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പുനർജന്മന എഴുതി, വീണ്ടും ദുരിതങ്ങളും കൊണ്ട് ആ ജീവൻ മറ്റൊരു ജന്മത്തിനു വേണ്ടി വീണ്ടും യാത്ര തുടരുന്നില്ല. മറിച്ച് മാം ഏതി, എന്നെ തന്നെ പ്രാപിക്കുന്നു. അതാണ് അവതാരങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു ജീവനുണ്ടാകുന്ന സായുജ്യം എന്ന് പറയുന്നത്. സമുച്ഛതേ, അവൻ മോചിക്കപ്പെടുന്നു. ഹേ അർജുന, ഇത് പല ഭാഗത്തും പറയുന്നുണ്ട്.
ഇവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇതും അങ്ങനെയുള്ള ഈശ്വര ആരാധന കൊണ്ട് മറ്റൊന്നും വേണ്ട. മുമ്പ് തന്നെ അതിനുവേണ്ടി മറ്റ് ഒന്നും തന്നെ നേടാതെ എല്ലാം ഒരു നിമിഷം അവസാന സമയത്ത് നേടി അയാൾ മുക്തനായിത്തീരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിലൊക്കെ ഈ മരിക്കുമെന്ന് ഉറപ്പായ വ്യക്തികൾക്ക് മന്ത്രോപദേശം കൊടുക്കാനും ദീക്ഷകൾ കൊടുക്കാനും ഒക്കെ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില മനുഷ്യർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കും. അതുവരെ ഒന്നും സംഭവിച്ചെങ്കിലും ആ സമയത്ത് എല്ലാ ദുരിതങ്ങളും ഒടുങ്ങി ആ സമയത്ത് മുക്തരായിത്തീരും. അത് ഇവിടെ പ്രത്യേകിച്ചു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? മേ ദിവ്യം ജന്മകർമ്മച യോവേത്തി തത്വത. ഇത് ദിവ്യമായ ഒരു ജന്മമാണ്, ഇത് അലൗകികമായ ഒരു കർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ തിരിച്ചറിയുന്നവന് മനസ്സിൽ ആ ഈശ്വരഭക്തി ഉണ്ടാവും, ഈശ്വരാരാധന ഉണ്ടാകും. അത് മതി, മറ്റൊന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളതിന് ഇത് പ്രമാണമാണ്. യഹ ഏതൊരുവനാണോ മേ എന്റെ ദിവ്യം ദിവ്യമായ ജന്മകർമ്മച്ച ജന്മത്തെയും കർമ്മത്തെയും തത്വതഹവേ യഥാർത്ഥമായി അറിയുന്നത് എന്നുവെച്ചാൽ ഒരു അവതാരത്തെ ഈശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത്. അതാണ് തത്വതവേത്തി എന്ന് പറയുന്നത്. ഹേ അർജുന, അല്ലയോ അർജുന, സഹ അവൻ ദേഹം തെക്വ, അങ്ങനെ അവൻ ഏതൊരു ജന്മത്തിലാണോ ഒരു അവതാരത്തിന്റെ മഹാത്മ്യത്തെ അവൻ അറിയുന്നത്, ആ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പുനർജന്മ വീണ്ടും അടുത്തൊരു ജന്മത്തെ നയേതി അവൻ പ്രാപിക്കുന്നില്ല, മറിച്ച് മാം ഏതി അവൻ ആ ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെയെല്ലാം ശ്രീകൃഷ്ണൻ മാം അഹം എന്നെല്ലാം പറയുന്നത് താൻ ഈശ്വരൻ തന്നെ എന്ന് ഇവിടെ അർജുനനെ ബോധിപ്പിക്കത്തക്ക വിധത്തിലാണ്. ഇത് മനുഷ്യരൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈശ്വരൻ തന്നെ മനുഷ്യവിഗ്രഹത്തെ സ്വീകരിച്ചതാണ് എന്ന് അർജുനനെ ബോധിപ്പിക്കത്തക്ക തരത്തിലാണ് അവിടെ അഹം, മാം തുടങ്ങിയ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത്. ജന്മ കർമ്മച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ ഉദാ മദ്ഭാവമാഗതാഃ. നേരത്തെ പറഞ്ഞത് ഒരു അവതാര പുരുഷനെ ഒരു ജന്മത്തിൽ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നവരെ കുറിച്ചാണ്. അടുത്തു പറയുന്നത് പൊതുവായി പറയുകയാണ്. നൈഷ മോക്ഷമാർഗ ഇദാനീം പ്രവൃത്ത. ഈ പറയുന്ന ഈ മോക്ഷമാർഗം ഈശ്വര ആരാധന ഇപ്പോ ഉള്ള മനുഷ്യർക്ക് വേണ്ടി ഇപ്പോ ഉപദേശിക്കപ്പെട്ട ഒന്നുമല്ല. എന്തറിയും പിന്നെ എന്താണ്? പൂർവം അപി മുമ്പുള്ളതാണ്. എങ്ങനെ? വീതരാഗഭയക്രോധാഹ രാഗശ്ച ഭയം ച ക്രോധശ്ച വീത വിഗത ഏഭ്യ തേ വീതരാഗഭയക്രോധാഹ. രാഗം, ഭയം, ക്രോധം തുടങ്ങിയ വിപരീത വികാരങ്ങളല്ല, അതെല്ലാം വീതാഹ വിഗതാഹ നഷ്ടപ്പെട്ടവർ. ഏതൊരു അന്ധകരണത്തിലാണോ ഇതെല്ലാം നഷ്ടപ്രായമായത്, മന്മയാഹ മന്മയന്മാരായത്, മത്മയന്മാരായത്, ഈശ്വരമയന്മാരായത്, ഈശ്വരസ്വരൂപികളായി തന്നെ മാറിയത്. കാരണം ഇവിടെ തത്വത്തിൽ എന്താണ്? ഈശ്വരനും ജീവനും ഒന്ന് തന്നെ.
പിന്നെ അതിനെ വേർതിരിക്കുന്ന എന്താണ്? ഈ പറയുന്ന രാഗഭയക്രോധങ്ങളാണ് രണ്ടിനെയും വേർതിരിക്കുന്നു. ഒരേ തത്വത്തെ തന്നെ ജീവനെന്നും ഈശ്വരനെന്നും വേർതിരിക്കുന്നത് ഈ രാഗഭയക്രോധങ്ങളാണ്. ഇത്തരം വികാരങ്ങൾ എവിടെയാണോ ഇല്ലാതായി കഴിഞ്ഞത് അവരെന്താണ്? മന്മയാഹ, ഈശ്വരസ്വരൂപികളാണ്. ബ്രഹ്മവിദ, തത്വജ്ഞാനികൾ. ഈശ്വരാഭേദദർശിന, ഭാഷ്യകാരൻ തന്റേതായ രീതിയിൽ പറയുന്നത് എന്താണ്? ഈശ്വരാഭേദദർശികൾ, ഈശ്വരാഭേദത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ, ആത്മസായുജ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, അഭേദ സാക്ഷാത്കാരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ. മാമേവച പരമേശ്വരം ഉപാശ്രിതാഹ, എന്നെ തന്നെ, ആ പരമേശ്വരനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർ. കേവല ജ്ഞാനനിഷ്ഠാഹ, കേവല ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, ആത്മാനുഭവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവർ, എന്നുവെച്ചാൽ മറ്റ് വിഷയങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നവർ. മാം ഉപാശ്രിതാഹ, എന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർ. അവരെന്ത് ചെയ്യുന്നു? ബഹവു അനേകേ. കാരണം ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അവതാര രൂപത്തെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നില്ല. എന്ത് പറഞ്ഞു? സംഭവാമി യുഗേ യുഗേ, കാലം തോറും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തമായ അവതാരങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഈശ്വര സ്വരൂപികളെ ആരാണോ പരമേശ്വര ഉപാശ്രിതാഹ, മറ്റ് ലൗകികമായ വിഷയങ്ങളെല്ലാം വിട്ട് പ്രാപഞ്ചികമായ സർവത്തിനെയും ഉപേക്ഷിച്ചിട്ട് ഒരു ജന്മത്തിൽ ആരാണോ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നത് പരമമായി, അങ്ങനെയുള്ളവർ ബഹവു അനേകി, ഒരാളല്ല അനേകം പേർ, ജ്ഞാനതപസ്സ, ജ്ഞാനമേവച്ച പരമാത്മവിഷയം തപഹത്തേന, ജ്ഞാനതപസ്സ, ജ്ഞാനം തന്നെ തപസ്സാക്കിയിട്ടുള്ളവർ. മറ്റ് പ്രാകൃതമായ തപസ്സുകൾ അനുഷ്ഠിച്ചുകൊണ്ടായില്ല. തപസ്സെന്ന് പറയുന്നത് എന്താണ്? ആ ജ്ഞാനാർജനവും ആ ജ്ഞാന സംരക്ഷണവും തന്നെയാണ് അവരുടെ തപസ്. വിവേകം തന്നെയാണ് അവരുടെ തപസ്. അങ്ങനെയുള്ള ജ്ഞാനതപസ് കൊണ്ട്, ജ്ഞാനമേവച്ച പരമാത്മവിഷയം തപ, ആ ജ്ഞാനം തന്നെ തപസ്സായിട്ടുള്ളവർ അവർ. തേന ജ്ഞാനതപസ പൂതാഹ പരാം ശുദ്ധിം ഗതാഹ, പരമമായ ശുദ്ധിയെ പ്രാപിച്ചവർ. അതിവിടെ പറയുന്നത് എന്താണ്? മാം ഉപാശ്രിതാഹ എന്ന് പറഞ്ഞു, പിന്നെ ജ്ഞാനതപസ്സ എന്നും പറഞ്ഞു. എന്നെ തന്നെ ആശ്രയിച്ചവർ എന്ന് പറയുമ്പോൾ ആ അവതാരത്തെ തന്നെ ആശ്രയിച്ചു, ആ അവതാര മഹാത്മ്യത്തെ തന്നെ തിരിച്ചറിയുന്നു. അത് തന്നെയാണ് ജ്ഞാനം. അവതാര പുരുഷനെ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് ആശ്രയിക്കുക, ആരാധിക്കുക, അത് തന്നെയാണ് ജ്ഞാനം. അങ്ങനെയുള്ള പരമാത്മ വിഷയമായ ജ്ഞാനത്തെ അതുകൊണ്ട് ശുദ്ധരായവർ, അന്ധകരണ ശുദ്ധി വന്നവർ, അതാണ് മാം ഉപാശ്രിതാഹ എന്ന് പറഞ്ഞ് ജ്ഞാനതപസ്സ എന്നും പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്നായി കാണും. പരാം ശുദ്ധിംഗതാഹ സന്തഹ, അവരെന്ത് ചെയ്യുന്നു? മദ്ഭാവം ആഗതാഹ, അടുത്ത് പറയുന്നു. മദ്ഭാവം, ഈശ്വരഭാവം, ആ പരമേശ്വര ഭാവനയിലൂടെ അവർ പരമേശ്വര ഭാവത്തെ പ്രാപിച്ചു. ആ പരമേശ്വര ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ രാഗഭയ ക്രോധങ്ങളെല്ലാം വിഗതമായിരിക്കുന്ന അവസ്ഥ, അതാണ് ഈശ്വരഭാവം. അന്ധകരണത്തിൽ നിന്നും രാഗം, ഭയം, ക്രോധം തുടങ്ങിയ എല്ലാ വികാരങ്ങളും നഷ്ടമായ ഈശ്വരസ്വരൂപികളായിരിക്കുന്നവർ, ഈശ്വരഭാവം, അത് തന്നെയാണ് മോക്ഷം. ഇതെല്ലാം ഉള്ളിൽ നിന്ന് പോകുന്നതാണ് മോക്ഷം. രാഗഭയക്രോധങ്ങൾ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് മോക്ഷം. അങ്ങനെയുള്ള മോക്ഷത്തെ ആഗതാഹ സമനുപ്രാപ്താഹ, അതിൽ സ്ഥിരതയുള്ളവർ, നിഷ്ഠയുള്ളവർ. ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠ ഇത്യസ്യ ലിംഗം ജ്ഞാനതപസ ഇത് വിശേഷണമുള്ള ഭാഷകാരൻ്റെ അടുത്ത് പറയുന്നു. ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠ, എന്തെങ്കിലും തരത്തിലുള്ള തപസ്സുകൾ, പ്രാകൃതമായ തപസ്സുകൾ അനുഷ്ഠിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എന്തായിരിക്കണം? ആ വിവേകപൂർവകമായ ഈശ്വര പ്രാപ്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനനിഷ്ഠ, ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠ, ജ്ഞാനം തന്നെയാണ് ഇവിടുത്തെ തപസ്, വിവേകം തന്നെയാണ് തപസ്. ആ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈശ്വര ഉപാശ്രയണം, മാം ഉപാശ്രിതാഹ,
അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന ആ ഈശ്വരഭാവത്തെ അറിഞ്ഞ് അതിനെ പരമമായി ആശ്രയിച്ച് അതിനെ ആരാധിച്ച് ഈ പറയുന്ന രാഗഭയക്രോധങ്ങളെല്ലാം ഒഴിവാക്കി തദ്ഭാവത്തെ പ്രാപിച്ചവർ, തന്മയമായി തീർന്നവർ, അതാണ് ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠാഹ. ഇതെല്ലാം ആ അവതാരത്തോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ വ്യത്യസ്തലിംഗം ജ്ഞാനതപസ്സായത് വിശേഷണം. അവർ എന്ത് ചെയ്യുന്നു? പരിശുദ്ധന്മാരായി ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് പരമമായ മോക്ഷം. അപ്പോൾ മോക്ഷത്തിനുപായമായി ഇവിടെ ആ അവതാരസ്വരൂപമായിരിക്കുന്ന ഈശ്വരഭാവത്തെ ആശ്രയിക്കുക എന്നുള്ള ഒരു സാധന മാർഗം കൂടി ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അതാണ് മാം ഉപാശ്രിതാഹ എന്നും മറ്റും പറയുന്നത്. വീതരാഗഭയക്രോധാഹ, രാഗഭയക്രോധങ്ങളെ അതിജീവിച്ചവർ, മന്മയാഹ, ഈശ്വര സ്വരൂപികളായി തീർന്നവർ, മാം ഉപാശ്രിതാഹ, അവതാര സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ തന്നെ ആത്യന്തികമായി ആശ്രയിച്ചവർ, അങ്ങനെയുള്ള ബഹവഹ അനേകം പേർ, ജ്ഞാനതപസാ പൂതാഹ, ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി മദ്ഭാവം ആഗതാഹ, എന്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പൊ എന്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പൂർവ്വകാലത്ത് നടന്നു എന്ന് മാത്രം എടുക്കുന്നു. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് അങ്ങനെ കുറെ പേർ ആയിത്തീർന്നു, മോക്ഷത്തെ നേടി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ആ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞവർ, അവരെയും ഇവിടെ ഭൂതകാല വീക്ഷി പറയുന്നു. അവരും എന്നെ പ്രാപിച്ചിരിക്കുകയാണ്. ഭഗവാൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം ആ അവതാര രൂപത്തെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരും അത് വർത്തമാനകാലത്ത് അവർ മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ്. അതുപോലെ അങ്ങനെ ഒരു ആശ്രയണം, ഉപാശ്രയണം വന്നു കഴിഞ്ഞാൽ താൻ മുക്തനായി എന്ന് സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർ മുക്തരായിരിക്കുകയാണ് എന്ന്. ജ്ഞാനം കൊണ്ടാണ് ഇവിടെ പറയും ജ്ഞാനതപസ്സ മോക്ഷം നേടുന്നതെന്ന് പറയും. അപ്പോൾ ഒരാൾ മോക്ഷം നേടിയ വിവരം അയാൾ ചിലപ്പോൾ അറിയാതെ ഇരിക്കും. അങ്ങനെ സംഭവിക്കും. ഞാൻ മോക്ഷം നേടിയിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ സംഭവിക്കും. പല കാര്യങ്ങളും സംഭവിക്കുന്നു പോലെ. അങ്ങനെയാണ് മോക്ഷം നേടിയ സ്വയം അറിയാതിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മദ്ഭാവമാകതാഹ. അപ്പൊ പറഞ്ഞല്ലോ, ആ മോക്ഷത്തിന് അത് അദ്വൈതത്തിലെയും ഒരു സിദ്ധാന്തമാണ്. ജ്ഞാനം പ്രാപിച്ചാലും ചിലപ്പോൾ അതറിയാതിരിക്കും. അതല്പം മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു കാര്യമാണ്. മോക്ഷം നേടിയാലും ചിലപ്പോൾ അറിയാതിരിക്കും. അപ്പോൾ അറിവാണല്ലോ മോക്ഷത്തെ തരുന്നത്. പിന്നെ മോക്ഷം നേടിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയാതിരിക്കും? അത് സംഭവിക്കാം. അപ്പോൾ നമ്മളിൽ തന്നെ ഇപ്പോൾ എത്ര പേര് മോക്ഷം നേടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ വാസ്തവത്തിൽ എത്ര പേരിപ്പോൾ മോക്ഷം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ശാസ്ത്രസമ്മതമായൊരു കാര്യമാണ്. ശാസ്ത്രസമ്മതമായ ഒരു കാര്യമാണെന്ന് അദ്വൈത സിദ്ധാന്തത്തിൽ ആചാര്യന്മാർ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ഷം നേടിയാലും ഒരാൾ അറിയാതിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അതാണ് പറയുന്നത്. ഭൂതാ മദ്ഭാവമാകതാഹ, പരിശുദ്ധരായി അവർ മദ്ഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. പിന്നെ അതെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഞാൻ മുക്തനായി എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അതിനൊരു ചെറിയ തടസ്സം ആണ് ഈ പ്രാരബ്ധം.
ഈ വർത്തമാന ജന്മം അതൊരു തടസ്സമാണ്. ആ തടസ്സം മാറിക്കിട്ടും. എപ്പോ? അന്ധകാലേ. ഇവിടെ പറഞ്ഞല്ലോ, എന്നാ ദേഹം തെക്കുക. ഇവിടെ അങ്ങനെയാ പറഞ്ഞു. ഈ ദേഹത്യാഗത്തോടുകൂടി അത് പൂർത്തിയാകും. ആ ദേഹത്യാഗം നടക്കുന്ന ഒരു കാലത്തിൽ, അല്ലെങ്കിൽ ഒരു കാലാതീതമായ ഒന്നിൽ ജ്ഞാനപ്രാപ്തിയും മോക്ഷവും എല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് ആരും ഇപ്പോൾ ഉറപ്പിച്ചു കളയരുത് എനിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എന്നാരും ഉറപ്പിച്ചു കളയരുത്. മോക്ഷം ആയിരിക്കാം. ഇവിടെ ഇപ്പോൾ ഭഗവാൻ പറയുന്നതനുസരിച്ച് മാം ഉപാശ്രിതാഹ, എന്നെ ആരാണോ ആശ്രയിച്ചിട്ടുള്ളവർ അവരെല്ലാം മദ്ഭാവമാഗതാഹ, അവർ എന്റെ ഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. അതിന് ഈ ശരീര പ്രാരബ്ധം ഒടുങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതൊടുങ്ങുമ്പോൾ അത് സംഭവിച്ചിരിക്കും എന്നുള്ളത് ശാസ്ത്രസമ്മതമായൊരു കാര്യം കൂടിയാണ്. അതിവിടെ സൂചിപ്പിക്കുന്നത്. വീതരാഗഭയക്രോധ മന്മയാ മാമുപശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ ഭൂതാ മദ്ഭാവമാഗതാഃ. അവിടെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ഒരിക്കലും ആരും താൻ മുക്തനല്ല എന്ന് ധരിച്ചു കളയരുത്. അങ്ങനെ നമ്മൾ ധരിക്കുന്നതും വലിയൊരു അബദ്ധമാണ്. കാരണം ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുക്തനാകാതിരിക്കുന്ന എന്തിനാ? മുക്തനാകാതിരിക്കേണ്ട കാര്യമില്ല. അതുതന്നെയാണ് ഇനി തുടർന്ന് വിശദീകരിക്കുന്നത്. യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ പത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. തവ തർഹി രാഗദ്വേഷസ്ഥ. ഇവിടെ ഒരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയിലും രാഗദ്വേഷങ്ങൾ ഉണ്ടാകാമല്ലോ. എന്തുകൊണ്ട്? ഏന കേഭ്യചിത് ഏവ ആത്മഭാവം പ്രയച്ഛസി. ചിലർക്ക് മോക്ഷത്തെ കൊടുക്കുന്നു, ന സർവേഭ്യ, എല്ലാവർക്കും കൊടുക്കുന്നില്ല. ആരാണോ അങ്ങേ ആശ്രയിക്കുന്നത് അവർക്കങ്ങ് മോക്ഷം കൊടുക്കുന്നു, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ചിലർക്ക് മോക്ഷത്തെ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരാമല്ലോ. ഇത്തിച്ചതേ, അതിന് സമാനം പറയുകയാണ്. അതായത് ഈശ്വരനും രാഗദ്വേഷങ്ങളുണ്ടാകാം. ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് മാത്രം മോക്ഷം കൊടുക്കുക, ആശ്രയിക്കാത്തവർക്ക് മോക്ഷം കൊടുക്കാതിരിക്കുക. അതൊരു പക്ഷപാതമാണല്ലോ. അങ്ങനെ സംശയിക്കുക. അതിന് പറയുന്നു അങ്ങനെയല്ല. ഈ ഏന പ്രകാരേണ ഏന പ്രയോജനേന യത് ഫലാർത്ഥിതയാ മാം പ്രപദ്യന്തേ താൻ തഥൈവ തദ്ഫലദാനേന ഭജാമി അനുഗൃഹാമി അഹം ഇത്യേതത്. യഥാ ഏന പ്രകാരേണ ഏന പ്രയോജനേന യത് ഫലാർത്ഥിതയാ, ഏതൊരു ഫലത്തെ ആവശ്യപ്പെട്ടുകൊണ്ടാണോ, എന്ത് ഒരു ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ, ഏതൊരു തരത്തിലുള്ള ഫലത്തെ ആശ്രയിച്ചുകൊണ്ടാണോ മാം പ്രപദ്യന്തേ, എന്നെ ആശ്രയിക്കുന്നത്. ഈശ്വരനെ സർവരും ആശ്രയിക്കുന്നുണ്ടെന്നാണ് അടുത്ത് പറയുന്നത്. സർവരും ഈശ്വരനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. മാം പ്രപദ്യന്തേ താൻ തഥൈവ തദ്ഫലദാനേന, അതാത് ഫലങ്ങളെ അവരാഗ്രഹിക്കുന്ന അതാത് ഫലങ്ങളെ നൽകിക്കൊണ്ട് ഭജാമി, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹണാമി അഹമിത്യേത. ഒരുവൻ അനേക ദുഷ്ടതകൾ ചെയ്തു, കംസനും മറ്റും അനേക ദുഷ്പ്രവൃത്തികൾ ചെയ്തു. അപ്പൊ അവർ
ആ ദുഷ്പ്രവൃത്തിയിലൂടെ എന്താണ് ആഗ്രഹിച്ചത്? ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക എന്നുള്ളത്. അതാണ് അവരാഗ്രഹിച്ചത്. അവർക്കത് കൊടുത്തു. ആത്യന്തികമായി അവർ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ദുഷ്ടതകളെല്ലാം ചെയ്യുന്നത്. അപ്പം അവർക്കത് കൊടുത്തു. ഉദ്ധവരെ പോലെയുള്ളവർക്കാണെങ്കിലോ അവരാഗ്രഹിച്ചത് മോക്ഷത്തെയാണ്. എങ്ങനെ? അനുഗ്രഹത്തിലൂടെയുള്ള മോക്ഷത്തെ. മറ്റവർക്കാണെങ്കിലോ നിഗ്രഹത്തിലൂടെയുള്ള മോക്ഷത്തെ കൊടുക്കും. രണ്ടും ഫലത്തിൽ മോക്ഷം തന്നെയാണ്. ഒരിടത്ത് അനുഗ്രഹത്തിലൂടെ, മറ്റിടത്ത് നിഗ്രഹത്തിലൂടെ മോക്ഷത്തെ നൽകി. അതുകൊണ്ട് പറയുന്നു, ഏത് തരത്തിൽ എന്നെ സമീപിക്കുന്നുവോ ആ തരത്തിൽ അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ചിലർ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹത്തെ നേടുന്നു, ചിലർ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് നിഗ്രഹത്തെ നേടുന്നു. രണ്ടിന്റെയും ആത്യന്തികമായ ഫലം ഒന്ന് തന്നെ, മോക്ഷം തന്നെയാണ്. രണ്ടുപേരും എന്താണ്? എന്നെ ആശ്രയിക്കുന്നു എന്നാണ്. മോക്ഷം പ്രതി അനർത്ഥിത്വം. മറ്റു ചിലരുണ്ട് ലൗകികമായ കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ ക്ഷുദ്രങ്ങളായ അല്പങ്ങളായ വിഷയങ്ങളെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നു. തേഷാം മോക്ഷം പ്രതി അനർത്ഥിത്വം. അവർ മോക്ഷത്തെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ ആഗ്രഹിക്കുന്ന തുച്ഛമായ ഫലങ്ങളെ അവർക്ക് നൽകുന്നു. മോക്ഷത്തെ ആഗ്രഹിക്കാത്തവർക്ക്. നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ച യുഗപത് സംഭവതി. ഒരേ വ്യക്തിയിൽ തന്നെ ഇത്രയും മഹത്തായ മോക്ഷത്തെയും ക്ഷുദ്രമായ വിഷയ ഇച്ഛയെയും ഒരുമിച്ച് കാണാൻ കഴിയത്തില്ല. തുച്ഛമായ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക്, അല്പമായ ലൗകിക നേട്ടങ്ങളെ ആഗ്രഹിക്കുന്നവർ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരും ഒരു കൂട്ടരല്ല. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ തുച്ഛമായ ലൗകിക ഫലങ്ങളെ ആഗ്രഹിക്കുന്നില്ല. എന്താണോ ആഗ്രഹിക്കുന്നത് അവർക്ക് അത് കൊടുക്കുന്നു. അത് കൊടുത്തും എന്താണ് ചെയ്യുന്നത്? ആത്യന്തികമായി അവരെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ്. താൽക്കാലികമായി അവരുടെ വാസനയും താല്പര്യങ്ങളും അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന തുച്ഛമായ ഫലങ്ങളെ അവർക്ക് നൽകി ക്രമേണ അവരെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. അതോ യത് ഫലാർത്ഥിനഃ താൻ തത് ഫലപ്രദാനേന. ഏതൊരു ഫലത്തെയാണോ ആഗ്രഹിക്കുന്നത് അത് വളരെ നിസ്സാരമായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ തുച്ഛമായിരിക്കാം. അത് തന്നെ നൽകിക്കൊണ്ട് ഈ യഥോക്തകാരിണഃ അഫലാർത്ഥിനോ മുമുക്ഷവശ്ച താൻ ജ്ഞാനപ്രധാനേന. ഇനി അത്തരം ക്ഷുദ്രമായ കാമനങ്ങളൊന്നും ഇല്ലാത്തവർ, ആ ഫലാർത്ഥിനഃ, അവർ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. മുമുക്ഷവശ്ച, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാണ്. താൻ, അവർക്ക് ജ്ഞാനപ്രധാനേന, അവർക്ക് തത്വജ്ഞാനത്തെ നൽകിക്കൊണ്ട്. യേ ജ്ഞാനിനഃ സന്യാസിനോ മുമുക്ഷവശ്ച താൻ മോക്ഷപ്രധാനേന. ഇനി ജ്ഞാനികളായിട്ടുണ്ട്, സന്യാസികളാണ്, മുമുക്ഷുക്കളാണ്, അവർക്ക് മോക്ഷത്തെ നൽകിക്കൊണ്ട്. അപ്പം ജ്ഞാനത്തെ വേണ്ടവർക്ക് ജ്ഞാനം, അതിലൂടെ മോക്ഷത്തെ വേണ്ടവർക്ക് മോക്ഷം. ഇനി ക്ഷുദ്രമായ അല്പങ്ങളായ ഫലം വേണ്ട അവർക്കത്. തഥാ ആർത്താൻ ആർത്തിഹരണേന, അതുപോലെ ദുഃഖികളായിട്ടുള്ളവരുടെ ദുഃഖത്തെ പരിഹരിച്ചുകൊണ്ട്. ഇത്യവും, ഈ തരത്തിൽ ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നെല്ലാം ഇനി പറയും. അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമുള്ളതെന്തോ അത് നൽകിക്കൊണ്ട് യഥാപ്രപദ്യന്തേ, ഈ ഓരോരുത്തരും ഏതെല്ലാം തരത്തിലാണോ എന്നെ ആശ്രയിക്കുന്നത്, താൻ തഥൈവ ഭജാമി, അവരെയെല്ലാം ഞാൻ അതേ തരത്തിൽ തന്നെ ഭജാമി എന്ന് വെച്ചാൽ അനുഗ്രഹിക്കുന്നു. എന്താണോ അവർക്ക് ആവശ്യം അതനുസരിച്ച് അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹമനുസരിച്ച്, അവരുടെ ആഗ്രഹവും അവരുടെ യോഗ്യതയും എല്ലാം നോക്കി അവർക്ക് വേണ്ടതെന്തോ അത് ഞാൻ കൊടുക്കുന്നു എന്നത്. ഇവിടെ ഫലത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഫലത്തെ കൊടുക്കുന്നു, ദുഃഖ നിവൃത്തി ആഗ്രഹിക്കുന്നവർക്ക്
ലൗകികമായ ദുഃഖം നിവൃത്തി. അത് ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരഭജനത്തിലൂടെ ആ ദുഃഖം നിവൃത്തി വരുന്നു. ഇനി പരമമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ നൽകുന്നു എന്നർത്ഥം. ന പുനഃ രാഗദ്വേഷ നിമിത്തം മോഹനിമിത്തം വാ കഞ്ചിത് ഭജാമി. അല്ലാതെ മറിച്ച് രാഗദ്വേഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവന്മാരെപ്പോലെ ഒരു ജീവനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ആ ജീവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആശ്രയിക്കുന്നവന് നന്മയും തിന്മയുമായ ഫലങ്ങളുണ്ടാകും. നിങ്ങൾ അയാളുടെ അവിവേകത്തെ, മോഹത്തെ ആശ്രയിച്ച് അനുകൂല പ്രതികൂലമായ ഫലങ്ങൾ ആശ്രയിക്കുന്നവനുണ്ടാകും. പക്ഷെ ഇവിടെ ഈശ്വരനെ ആശ്രയിക്കുന്നിടത്ത് അങ്ങനെയല്ല. അവിടെ എന്താണ്? രാഗദ്വേഷ നിമിത്തം. രാഗദ്വേഷ നിമിത്തമായി ആ ഈശ്വരൻ ആർക്കും തന്നെ ഒന്നും തന്നെ നൽകുന്നില്ല. മോഹനിമിത്തം വാ കഞ്ചിത് ഭജാമി. അവിവേകം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം നൽകുന്നില്ല. അതെല്ലാം ജീവന്മാരാണ് അത് ചെയ്യുന്നത്. ഒരു ജീവനെ ഒരുവൻ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ജീവനിൽ രാഗദ്വേഷങ്ങളുള്ളതുകൊണ്ട് ആശ്രയിക്കുന്നവന് ആ രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയുമായ ഫലങ്ങളുണ്ടാകും, ലാഭനഷ്ടങ്ങളുണ്ടാകും. പക്ഷെ ഈശ്വരനെ, അവതാര പുരുഷനെ ആശ്രയിക്കുന്നവർക്ക് അതല്ല സംഭവിക്കുന്നത് എന്നാണ്. സർവധാപി സർവാവസ്ഥസ്യ ഈശ്വരസ്യ വത്മ മാർഗം അനുവർത്തന്തി മനുഷ്യാഹ. എല്ലാ പ്രകാരത്തിലായാലും ശരി, അത് മോക്ഷമാർഗമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ലൗകിക മാർഗമായിക്കൊള്ളട്ടെ, സർവാവസ്ഥസ്യ മമ ഈശ്വരസ്യ. സർവലോക അനുരൂപനായിരിക്കുന്നവനാണ് ഈശ്വരൻ. അതാണ് സർവാവസ്ഥനായിരിക്കുന്നു ഈശ്വരൻ. സർവജീവന്മാർക്കും അനുരൂപനായിരിക്കുന്ന ഈശ്വരന്റെ മാർഗത്തെ മനുഷ്യാഹ അനുവർത്തന്തി. മനുഷ്യരെല്ലാവരും ആ ഈശ്വര മാർഗത്തെ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്തുകൊണ്ട്? സർവ്വ മനുഷ്യരും നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി. ചിലർ അത് അറിഞ്ഞുകൊണ്ട് യത്നിക്കുന്നു. അതിനാണ് നമ്മൾ ആത്മീയ മാർഗം എന്ന് പറയുന്നത്. അതറിയാതെ അതിനുവേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ ലൗകിക മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, സർവ്വ മനുഷ്യരും ആ ഈശ്വരന്റെ മാർഗത്തെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യത് ഫലാർത്ഥിതയ യസ്മിൻ കർമ്മണി അധികൃത യേ പ്രയതന്തേ തേ മനുഷ്യ അത്ര ഉച്യന്തേ ഹേ പാർത്ഥ. ഇവിടെ പറയുന്നു യത് ഫലാർത്ഥിതയ, ഏതൊരു ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് യസ്മിൻ കർമ്മണി അധികൃത, ഏതേത് പ്രവൃത്തികൾ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നുവോ, ഈ പ്രയതന്തേ, ഓരോരോ മാർഗത്തിൽ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തേ മനുഷ്യ അത്ര ഉച്യന്തേ ഹേ പാർത്ഥ സർവപ്രകാരേ. അങ്ങനെയുള്ള സർവ്വ മനുഷ്യരെയും ഉദ്ദേശിച്ചൂടെ പറയുകയാണ്. സർവപ്രകാരത്തിലും എല്ലാ മനുഷ്യരും ആ ഈശ്വര മാർഗത്തെ തന്നെയാണ് അനുവർത്തിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സംശയം തോന്നും, ഈശ്വരനെ അറിയാത്തവരോ ഈശ്വരനെ അംഗീകരിക്കാത്തവരോ ഈശ്വരനെ മനഃപൂർവ്വമായി തന്നെ നിഷേധിക്കുന്നവരോ അങ്ങനെയുള്ള സർവരും എന്താണ്? ചിലർ അറിയുന്നതിലൂടെ ഈശ്വര മാർഗത്തെ പിന്തുടരുന്നു, ചിലർ അതിനെ അംഗീകരിക്കുന്നതിലൂടെ, ചിലർ അതിനെ നിഷേധിക്കുന്നതിലൂടെ. ഏത് തരത്തിലായാലും ശരി, സർവ മനുഷ്യരും ആ ഈശ്വരനിലേക്കുള്ള മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതാണ് മമ വർമ്മ അനുവർത്തന്തേ എന്ന് പറയുന്നതാണ്. എല്ലാ ജീവന്മാരുടെയും ജീവിത മാർഗം എന്ന് പറയുന്നത് ഈശ്വരനിലേക്കാണ്. ഈശ്വരനിലേക്കുള്ള മാർഗത്തിലൂടെയുള്ള സഞ്ചാരം, അത് ചിലയിടത്ത് നമ്മൾ ഈശ്വര ആരാധനാ രൂപത്തിൽ കാണുന്നു, ചിലയിടത്ത് അത് ഈശ്വര നിഷേധ രൂപത്തിൽ കാണുന്നു, പലതരത്തിലും കാണും. പക്ഷെ ആ യാത്ര എന്ന് പറയുന്നത്, ആ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനിലേക്ക് തന്നെയാണ് സർവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈശ്വരനെ ആശ്രയിക്കുന്നുണ്ട്. സർവ ജീവന്മാർ ഈശ്വരനെ ആശ്രയിക്കുന്നുണ്ട്. അവർ ഈശ്വരൻ എന്നുള്ള ഒരു പേര് ഉപയോഗിക്കുന്നില്ലായിരിക്കാം. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവരുടെ മനസ്സിലുണ്ടായിരിക്കത്തില്ല. പക്ഷെ അവർ യാത്ര ചെയ്യുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് ഈശ്വരനാണ്. അവിടേക്ക് തന്നെയാണ് സർവരും പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ തന്നെയാണ് സർവരും എത്തിച്ചേരുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശബ്ദത്തിനും ഈശ്വരൻ എന്ന് പറയുന്ന
സങ്കല്പത്തിനും പകരം അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ശബ്ദങ്ങളോ മറ്റെന്തെങ്കിലും സങ്കല്പങ്ങളോ ആയിരിക്കും. കാരണം എന്തായാലും ഒരു ജീവൻ അഭ്യുദയത്തെ ആശ്രയിക്കുന്നുണ്ടല്ലോ. നിശ്രേയസം എന്ന് പറയുന്നത് പോകട്ടെ, അഭ്യുദയം എന്ന് പറയുന്നത് എന്താണ്? ഉയർച്ച, മുന്നോട്ടുള്ള പോക്ക്. അത് ആണ് സർവരും ആഗ്രഹിക്കുന്നത്. ആ അഭ്യുദയം എന്ന് പറയുന്നത് എന്താണ്? അത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ ഭാവം. ഐശ്വര്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? ഈശ്വരഭാവമാണ്. ഈശ്വരനാണ് ഐശ്വര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഐശ്വര്യത്തെയാണ് സർവരും ആഗ്രഹിക്കുന്നത്. അതവർ പറയും ഭൗതികമായ ഐശ്വര്യം എന്ന് പറയും. ഇത് ഭൗതികമായാലും ശരി, ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമെന്നോ ആത്മീയമെന്നോ ഒന്ന് രണ്ടില്ല. അത്തരം രണ്ട് ഭാവങ്ങൾ വരുന്ന ആരാണ്? ജീവന്മാർക്കാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്ന എന്താണ്? ഐശ്വര്യത്തെയാണ്, അതായത് ഈശ്വരഭാവത്തെയാണ്. അതുകൊണ്ട് സർവ്വ മനുഷ്യരും, അത് ജ്ഞാനിയായിക്കൊള്ളട്ടെ, വിവേകിയായിക്കൊള്ളട്ടെ, അജ്ഞാനിയായിക്കൊള്ളട്ടെ, സർവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരീയമായ മാർഗത്തിൽ തന്നെയാണ്. ഈശ്വരനിലേക്കാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഈശ്വരസ്യ ആത്മാ മാർഗം അനുവർത്തന്തി മനുഷ്യാഹ, സർവമനുഷ്യരും എന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മികമായ സാധനകൾ അനുഷ്ഠിക്കുന്നവർ ഈശ്വരന്റെ മാർഗത്തിലും, അതൊന്നുമില്ലാതെ ലൗകികമായ വാസനകളോടുകൂടി ലൗകികമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മറ്റൊരു മാർഗത്തിലും എന്നിങ്ങനെ വേർതിരിക്കുന്നത് ആത്യന്തികമായി ശരിയല്ല. അഭ്യുദയത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരും പരമാർത്ഥത്തിൽ നിശ്രേയസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? ആ ഉയർച്ച, ഐശ്വര്യം എന്ന് പറയുന്നത് ഈശ്വരഭാവം, അതിലേക്കാണ് സർവ്വജീവികളും സഹജമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. എത്തിച്ചേരുന്നതിനുള്ള കാലതാമസം വരാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സർവരും ആ മാർഗത്തെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പാർത്ഥ, അല്ലയോ അർജുന, ഈ യഥാ ആരൊക്കെയാണോ, ഏതെല്ലാം രീതിയിലാണോ മാം എന്നെ പ്രപദ്യന്റെ ആശ്രയിക്കുന്നത്, താൻ അവരെയെല്ലാം തഥായേവ അവർ ആശ്രയിക്കുന്ന രീതിയിൽ തന്നെ അഹം ഞാൻ ഭജാമി അനുഗ്രഹിക്കുന്നു. മനുഷ്യാഹ മനുഷ്യരെല്ലാവരും, മനുഷ്യാഹ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വജീവന്മാരെ ഉദ്ദേശിച്ച് പറയുകയാണ്. എല്ലാ ജീവന്മാരും സർവശഃ എല്ലാ പ്രകാരത്തിലും മമ വാത്മ അനുവർത്തന്തേ എന്റെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സർവശഃ സർവ്വരീതിയിലും. ഒരു ജീവന്റെ സർവചലനങ്ങളും അത് നന്മയായാലും തിന്മയായാലും ധർമ്മമായാലും അധർമ്മമായാലും ആണ് സർവചലനങ്ങളും എന്താണ്? ഈശ്വരോന്മുഖമാണ്. അതാണ് ആത്യന്തികമായ സിദ്ധാന്തം. ഈശ്വരോന്മുഖമാണ് സർവചലനങ്ങളും. അതിൽ പിന്നെ നമ്മൾ നന്മയെന്നും തിന്മയെന്നും ധർമ്മമെന്നും അധർമ്മമെന്നും എല്ലാം ജീവൻ വേർതിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പിന്നെ എന്താ വ്യത്യാസം എന്നുള്ളതാണ്. അപ്പോൾ ആ യാത്രയിൽ തിന്മയുടെ മാർഗത്തെ പോകുന്നവർക്ക് ആ തിന്മയുടെ ഫലത്തെ അനുഭവിക്കേണ്ടി വരുന്നു. ആ യാത്രയിൽ തന്നെ നന്മയുടെ മാർഗത്തിൽ പോകുന്നവർക്ക് നന്മയുടെ ഫലം, നന്മയെ അവർക്ക് കിട്ടുന്നു. ഇത്തരം വ്യത്യാസങ്ങളേ ഉള്ളൂ. പാപത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് പാപഫലമായ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു. ആ പാപത്തെ അനുഷ്ഠിക്കുമ്പോഴും ആ ദുഃഖഫലത്തെ അനുഭവിക്കുമ്പോഴും അവൻ ഈശ്വരമാർഗത്തിൽ തന്നെ. പിന്നെ പുണ്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണെങ്കിലോ അവൻ ആ പുണ്യഫലമായ സുഖത്തെ അനുഭവിക്കുന്നു. അവനും പുണ്യത്തെ അനുഷ്ഠിക്കുമ്പോഴും പുണ്യഫലമായ സുഖത്തെ അനുഭവിക്കുമ്പോഴും അവൻ ഈശ്വരമാർഗത്തിൽ തന്നെ. എന്തുകൊണ്ട്? ജഗത് സർവം ഈശ്വരാധീനമാണ്.
സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഈശ്വര ഇച്ഛയ്ക്കും ഈശ്വര സങ്കല്പത്തിനും ഈശ്വര ശക്തിക്കും അധീനമാണ്. അതുകൊണ്ട് ആ ഈശ്വര മാർഗത്തെ വിട്ട് ഒരു ജീവനും സഞ്ചരിക്കാൻ സാധ്യമല്ല. പുണ്യപാപങ്ങൾക്കനുസരിച്ചുള്ള ഫലം അവൻ അനുഭവിച്ചുകൊണ്ട് സർവരും ഐശ്വര്യ മാർഗത്തിൽ ഈശ്വര അഭിമുഖമായി സർവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്ന തത്വം. ഇതാണ് ആധ്യാത്മികതയെ സംബന്ധിച്ച് ഈശ്വരീയതയെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തായ പരമമായ തത്വവും. അതുകൊണ്ട് തന്നെ സർവവും ഈശ്വരാധീനമാണ്. ഒന്നും ഈശ്വര നിയമത്തെ ഉല്ലംഘിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ നന്മ തിന്മകളും ധർമാധർമ്മങ്ങളും പുണ്യപാപങ്ങളും എല്ലാം ഈശ്വര സങ്കല്പത്തിന് അധീനമായി തന്നെയാണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പലരും കരുതുന്ന പോലെ സ്വതന്ത്രമായിട്ട് ഈശ്വരന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട് വേറെ സ്വതന്ത്രനായി ഒരു ചെകുത്താനൊന്നുമില്ല. അങ്ങനെ ഒരു സാത്താനിവിടെ സ്ഥാനമൊന്നുമില്ല. മമ പത്മ അനവർത്തന്തേ, സർവരും ചെകുത്താനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ മാർഗത്തിൽ തന്നെ. ഈശ്വരനെ പ്രാപിക്കാനുള്ള ശ്രമങ്ങളിൽ ചെകുത്താൻ ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയായി പോകുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ആ മാർഗം എന്ന് പറയുന്നത്, അവരുടെ യാത്രയെന്ന് പറയുന്നത് ഈശ്വര അഭിമുഖമായിട്ടാണ്. അതും ഈശ്വരന്റെ നിയന്ത്രണത്തിനും ഈശ്വരന്റെ സങ്കല്പത്തിനും അധീനമായിട്ടാണ്. അതിനപ്പുറം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദുർമാർഗത്തിൽ സഞ്ചരിച്ചാലും മതിയല്ലോ എന്ന് ചോദിക്കും. മതി, പക്ഷെ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിനും കൂടെ തയ്യാറായിക്കോണം എന്നുള്ളതേ ഉള്ളൂ. യേ യഥാമാം പ്രപദ്യന്തേ തന്തഥൈവ ഭജാമ്യഹം മമ പത്മാനുവർത്തന്തേ മനുഷ്യാപാർത്ഥ സർവശഃ. ഇനി ഈ ജീവന്മാരിൽ തന്നെ പല വിധത്തിൽ കാണപ്പെടുന്നുണ്ടല്ലോ. ഈശ്വര മാർഗത്തെ മമ പത്മ, ഈശ്വരീയ മാർഗത്തെയാണ് സർവ്വജീവന്മാരും പിന്തുടരുന്നതെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ജീവന്മാരും ഒരേ രീതിയിൽ കാണപ്പെടുന്നില്ല? എല്ലാവരും ഒരേ മാർഗത്തെ എന്തുകൊണ്ട് അവലംബിക്കുന്നില്ല? വിചിത്രമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. നമ്മൾ ധാർമ്മികന്മാരെ കാണുന്നു, അധാർമികരെ കാണുന്നു, നന്മയുള്ളവരെ കാണുന്നു, തിന്മയുള്ളവരെ കാണുന്നു, ഇത് മിശ്രമായിട്ടുള്ള മനുഷ്യരെ കാണുന്നു. ഈ വൈചിത്ര്യങ്ങളെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? എല്ലാം ഈശ്വരന്റെ മാർഗമാണെങ്കിൽ അതിനെല്ലാമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ സമാധാനം പറയുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മ ച. ഇവിടെ പറയുന്നത് ഈശ്വരീയമായ നിയമങ്ങൾ, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരീയമായ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. യദി തവ ഈശ്വരസ്യ രാഗാദിദോഷാഭാവാത് സർവപ്രാണിഷു അനിജഗൃക്ഷായാം തുല്യായാം സർവഫലപ്രധാന സമർത്ഥേജ ത്വയി സതി വാസുദേവ സർവ ഇതി ജ്ഞാനേനൈവ മൂക്ഷവോ സന്തഃ കസ്മാത് ത്വാമേവ സർവേന പ്രതിപദ്യന്തേ ഇതി ശൃണു തത്ര കാരണം പറയുന്നു. യദി തവ ഈശ്വരസ്യ, അങ്ങ് ഈശ്വരനാണ്. ഇവിടെ അർജുനന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യത്തെ പറയുകയാണ്. ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് ഈശ്വരനാണ്, ഈ ദിവ്യമായ ജന്മവും കർമ്മവും എല്ലാം സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഒരാളാണ്. രാഗാദിദോഷാഭാവാത്, രാഗാദിദോഷങ്ങളൊന്നുമില്ല. സർവപ്രാണിഷു അനുജിഗൃക്ഷായ, സർവപ്രാണികളിലും അനുജിഗൃക്ഷ, അനുഗ്രഹിച്ച, സർവപ്രാണികളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് താല്പര്യമുള്ളവനാണ്. തുല്യമായിരിക്കുന്നു എല്ലാവരിലും. ആ അനുഗ്രഹിച്ച
സർവഫലപ്രധാന സമർത്ഥേ, അങ്ങക്ക് ഏത് ജീവനും എന്ത് ഫലം വേണോ കൊടുക്കുന്നതിനുള്ള സർവസ്വാതന്ത്ര്യവും സാമർഥ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ത്വയി വാസുദേവേ സതി, അങ്ങനെയുള്ള അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ നായകനായി നിലനിൽക്കേ. ത്വയി സതി, അങ്ങനെ ഈ പ്രപഞ്ചത്തിനൊരു നായകനുണ്ടല്ലോ, ഈശ്വരൻ. അങ്ങനെ ഉണ്ടെങ്കിൽ വാസുദേവ സർവം ഇത് ജ്ഞാനേനേവ മോക്ഷവ സന്തഃ, അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും വാസുദേവ സർവം എന്ന് പറയുന്ന ആ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് മുമുക്ഷുക്കളായി തസ്മാത് ത്വമേവ സർവേന പ്രതിപദ്യന്തേ, എന്തുകൊണ്ട് ഉടൻ തന്നെ എല്ലാവരും അങ്ങേ തന്നെ പ്രാപിക്കുന്നില്ല, ജ്ഞാനം നേടി. കാരണം അങ്ങ് എന്തിനു സമർത്ഥനാണ്, എന്ത് ഫലത്തെയും കൊടുക്കാൻ അങ്ങ് ശേഷിയുണ്ട്. അങ്ങക്ക് സർവ്വപ്രാണികളോടും ഒരേ മനോഭാവമാണ്, ഒരിടത്തും പക്ഷപാതവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആ അനുഗ്രഹ സാമർഥ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി സർവപ്രാണികളും ഈശ്വരൻ ഭാവത്തെ പ്രാപിച്ച് എന്തുകൊണ്ട് മോക്ഷത്തെ നേടുന്നില്ല? എന്തുകൊണ്ട് ചിലർ ഇവിടെ ഈ സംസാരത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു? ഇത് ശൃണു തത്ര കാരണം. അതിന് സമാനം പറയാം. ശൃണു, കേൾക്കൂ. അതിന് കാരണം എന്താണ്? കാംക്ഷന്തോ അഭീപ്സന്തഃ കർമ്മണാം സിദ്ധിം ഫലനിഷ്പത്തിം പ്രാർത്ഥയന്തഃ. കർമ്മണാം സിദ്ധിം കാംക്ഷന്തഃ, കർമ്മങ്ങളുടെ സിദ്ധിയെ, ഫലപ്രാപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് യജന്തൈഹ അസ്മിൻ ലോകേ ദേവതഃ ഇന്ദ്രാജ്ഞാദ്യാഃ, ജീവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? ആ കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പല പല ദേവതകളെ, ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയവരെ യജിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, യജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ഈ ലോകത്തുള്ള മനുഷ്യരിൽ വലിയൊരു ശതമാനവും സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഉള്ള ഈശ്വരാരാധന ചെയ്യുന്നവരാണ്. യാഗങ്ങളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ സത്കർമ്മങ്ങളോ. യജ്ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഹോമകുണ്ഡത്തിൽ ഹവിസർപ്പിക്കുന്ന മാത്രമല്ല, സത്കർമ്മങ്ങളെല്ലാം യജ്ഞങ്ങളാണ്. അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ലോകത്ത് പലരും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർക്കൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്. എന്താണ്? ഈശ്വരപ്രീതി. ഓരോരോ അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഈശ്വരനെ അവർ ആരാധിക്കുന്നു. സത്കർമ്മങ്ങളിലൂടെ പ്രാർത്ഥനയെന്തോ അവർക്ക് ഫലേച്ഛയും ഇന്ന ഫലം കിട്ടണം, അങ്ങനത്തെ സ്വർഗപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ പറയുന്നു അധ യോ അന്യാം ദേവതാം ഉപാസ്തേ അന്യോ അസോ അന്യോ അഹം അസ്മീതി നസവേദ. ബൃഹദാരണ്യോപനിഷത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. യോ അന്യോ അന്യാം ദേവതാം ഉപാസ്തേ. അങ്ങനെ കുറെ മനുഷ്യരുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? തന്നിൽ നിന്നും അന്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ഉപാസിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ മനസ്സിലെന്താണ് സങ്കല്പം? അന്യോ അസൗ അന്യോ അഹം, ഞാൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവാണ് എന്ന് കരുതി എന്ത് ചെയ്യുന്നു? അവൻ ആരാധിക്കുന്നു. അഹം അസ്മി, ഞാൻ വേറെയാണ്, ഞാൻ ആ ഈശ്വരനെ ആരാധിക്കാൻ കടപ്പെട്ടവനാണ്, ആ ഈശ്വരൻ സ്വർഗത്തിലിരിക്കുന്നു. ന സവേദ, അവനൊരിക്കലും തത്വത്തെ അറിയുന്നില്ല. അങ്ങനെ ഒരു അന്യനായ ഒരു ഈശ്വരനെ, സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഈശ്വരനെ അറിയുന്നില്ല. വാസ്തവത്തിൽ എന്താണ്? യഥാ പശു, അവന്റെ ആരാധന അതിലൊരു തത്വമുണ്ട്. എന്താണ്? യഥാ പശു, അവൻ വെറും ഒരു മൃഗമാണ്. പശു എന്ന് വെച്ചാൽ മൃഗം. അങ്ങനെ ആരാധിക്കുന്നവൻ ഒരു മൃഗമാണ്. ഏവം സദേവാനാം, അവനെ ഏതൊരു ഈശ്വരനെയാണോ ആരാധിക്കുന്നത് ആ ഈശ്വരനെ സംബന്ധിച്ച് അവൻ കേവലം ഒരു ബലിമൃഗം പോലെയാണ് എന്നർത്ഥം. എന്തുകൊണ്ടങ്ങനെയാകുന്നു? അവൻ ആരാധിക്കുന്നു ആ ഈശ്വരനെ, ഈശ്വരൻ സന്തോഷിക്കുന്നു, അവന് വേണ്ടതൊക്കെ കൊടുക്കുന്നു. അവന് വേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവന് കിട്ടിയ ആ ഭൗതികമായ സമ്പത്ത് കൊണ്ട് അവൻ വീണ്ടും ആ ഈശ്വരനെ ആരാധിക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നു, ഒരു അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറയുന്നു, ഭഗവാൻ അനുഗ്രഹിച്ച് പലതും തരുന്നു. അതെല്ലാം വീണ്ടും അവിടെ വഴിപാടുകളായി കാശും മറ്റൊന്നെല്ലാം അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. വീണ്ടും ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ
നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ അർപ്പിക്കുന്നു. അതിന്റെ പിന്നിലെല്ലാം എന്താണ്? കാമനയാണ്. അങ്ങനെ കാമനയോടുകൂടി ഈശ്വരനെ അല്ലെങ്കിൽ ദേവതകളെ ആരാണോ ആരാധിക്കുന്നത് അവരെന്താണ്? വാസ്തവത്തിൽ ഒരു മൃഗം തന്നെയാണ്. ഈശ്വരന്റെ കയ്യിലുള്ള വെറും ഒരു മൃഗമാണ്. അതിനെ ഉപയോഗിക്കണം. എങ്ങനെ? ഒരു മൃഗത്തിന്, പശുവിന് തന്നെ. പശു എന്ന് വെച്ചാൽ ഇവിടെ പശു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല, മൃഗം എന്നുള്ള അർത്ഥമാണ്. ഉദാഹരണമായിട്ട് പശുവിനെ എടുക്കാം, പശുവിനെ ആട്ടിനെയോ ഒക്കെ എടുക്കാം. അതിനെന്ത് ചെയ്യുന്നു? തീറ്റ കൊടുക്കുന്നു, അതിന് പാല് കറന്നെടുക്കുന്നു. അപ്പോൾ പാലിന് വേണ്ടി അതിന് തീറ്റ കൊടുക്കുന്നു. അതുപോലെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഇവനിൽ നിന്നും എന്തെങ്കിലും തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദേവതകൾ എന്ത് ചെയ്യുന്നു? ഇവന് വേണ്ട ഭൗതികമായതിനെല്ലാം കൊടുക്കുന്നു. ആ ഭൗതികമായി ആ ദേവതയുടെ പ്രസാദം കൊണ്ട് അവന് കിട്ടുന്നതിനെ ഒരു ഭാഗം അവൻ വീണ്ടും ആ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ നേട്ടമെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രാപ്തി വരെ ആകാം. സ്വർഗത്തെ ഒരു നേട്ടമായി കിട്ടിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകും. തിരിച്ചു വന്നിട്ട് വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? ഇതുപോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു, സ്വർഗത്തെയും മറ്റും പ്രാപിക്കാം. അതുകൊണ്ട് ഇത് ജീവന്റെ വാസനയാണ്, അവന്റെ സ്വഭാവമാണ്. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഇങ്ങനെയുള്ള ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യജ്ഞങ്ങൾ ചെയ്യുന്നു, യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു, വഴിപാടുകൾ സമർപ്പിക്കുന്നു. ഇതെല്ലാം അവന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. ആ നേട്ടത്തെ അവൻ ഏതൊരുതിനെയാണോ അവൻ ആരാധിക്കുന്നത് അതിൽ നിന്ന് അവന് കിട്ടുന്നു. അത് സ്വർഗസ്ഥനായ പിതാവായാലും കൊള്ളാം, അമ്പലങ്ങളിലിരിക്കുന്ന ദേവതകളായാലും കൊള്ളാം. അവരിൽ നിന്നെല്ലാം അവന് കിട്ടുന്നത്, അവന്റെ കാമന കൊണ്ട് അവൻ ആർജിക്കുന്നത് ഇത്തരം ഫലങ്ങളെയാണ്, ഫലകാംക്ഷികളാണ്. അവൻ വാസ്തവത്തിൽ മൃഗമാണ്, അവൻ ദേവതകളുടെ മൃഗമാണ്. ഇതി ശ്രുതി, ഇക്കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട് എന്നർത്ഥം. തേഷാം ഹി ഭിന്ന ദേവതായാജനാം ഫലാകാംക്ഷിനാം ക്ഷിപ്രം ശീഘ്രം ഹി യസ്മാത് മനുഷ്യലോകി ഈ ശാസ്ത്രാധികാര പറയുന്നു. അങ്ങനെ ദേവതകളെ യജിക്കുന്നവര്, ആ ദേവതകളെ അവർക്ക് യജിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രമാണം വേണം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രങ്ങളൊന്നും അധ്യയനം ചെയ്തിട്ടില്ലെങ്കിൽ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയവർ പറഞ്ഞുകൊടുത്ത വാക്കുകളായിരിക്കും പ്രമാണം. ഈ അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന ഫലം ഉണ്ടാകുമെന്ന് ആ ശാസ്ത്രങ്ങളെ അറിഞ്ഞ് പറഞ്ഞുകൊടുത്തവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിഷ്ടന്മാരുടെ ആചാരത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. എന്തായാലും അവിടെ ഈ ശാസ്ത്രം പ്രമാണമാണ്. അപ്പം മനുഷ്യൻ ആണ് ശാസ്ത്രത്തിന് അധികാരിയായിരിക്കുന്നത്. ആ ശാസ്ത്രത്തിന്റെ പ്രമാണമനുസരിച്ച് ഭിന്ന ഭിന്ന ഈശ്വരന്മാരെ, ദേവതകളെ സത്കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. തേഷാമി ഭിന്ന ദേവതായാചന, ഭിന്ന ദേവതകളെ യജിക്കുന്നവർ, ഫലാകാംക്ഷിണ, ഫലത്തെ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ക്ഷിപ്രം ശീഘ്രം പെട്ടെന്ന് തന്നെ മനുഷ്യലോകി, ഈ മനുഷ്യലോകത്തിൽ ഫലം കിട്ടുന്നു. അവർ യജിക്കുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നു. പ്രത്യേകിച്ച് അതിന് വിഘ്നങ്ങളൊന്നുമില്ല എങ്കിൽ ശീഘ്രം തന്നെ ഫലം കിട്ടുന്നു. അതുകൊണ്ട് വീണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അത്തരം ഈശ്വരാരാധനയിലേക്ക് മുഴുകുന്നു. അപ്പോൾ ഒട്ടുമുക്കാൽ മനുഷ്യരും അങ്ങനെ ഫലത്തെ ഉദ്ദേശിച്ച് ഈശ്വരാരാധന ചെയ്യുന്നവരാണ്. ക്ഷിപ്രം ഹി മാനുഷേലോകി ഇത് വിശേഷണ. മനുഷ്യലോകത്തിൽ ഫലം എളുപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്തരം കർമ്മങ്ങൾക്കും ഈ കർമ്മങ്ങൾക്ക് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രത്തിനും അധികാരിയായിരിക്കുന്ന മനുഷ്യരാണ്. അവരെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേവന്മാരും മറ്റും അല്ല എന്നർത്ഥം. അന്വേഷവി കർമ്മഫലസിദ്ധിം ദർശയതി ഭഗവാൻ മാനുഷേ ലോകേ വർണ്ണാശ്രമ കർമാധികാര ഇത് വിശേഷ. തേഷാം ച വർണ്ണാശ്രമാധികാരിണാം കർമ്മിണാം ഫലസിദ്ധി ക്ഷിപ്രം ഭവതി കർമ്മണോ ജാത. ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നു. എന്താണ്? വർണ്ണാശ്രമാദി കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവർ, അവർ ആ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, അവർക്ക് ഈ മനുഷ്യലോകത്തിൽ ആ വിധിപ്രകാരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുകൊണ്ട് ശീഘ്രം എളുപ്പത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നു.
അതുകൊണ്ട് പറയുന്നു ക്ഷിപ്രം ഹി മനുഷ്യലോകെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനുഷ്യലോകത്തിൽ എല്ലാത്തിടത്തും കർമ്മഫലങ്ങളുണ്ടാകാം. ദേവന്മാർക്കും മറ്റും എന്ത് ചെയ്യുന്നു? കർമ്മഫലം ഉണ്ടാകുന്നു. അവരിവിടെ കർമ്മം ചെയ്യുന്നു, അവിടെ ചെന്ന് ദേവശരീരം സ്വീകരിക്കുന്നു, അവിടെ ഫലത്തെ അനുഭവിക്കുന്നു. പക്ഷെ മനുഷ്യലോകത്തിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ഫലത്തെ കിട്ടുന്നു. അതുകൊണ്ട് അങ്ങനെ മനുഷ്യൻ കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിച്ച് ഓരോരോ ദേവതകളെയും ഉപാസിച്ച് ഫലസിദ്ധി നേടുന്നു. ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് അവരുടെ ആഗ്രഹത്തിനും അവരുടെ പ്രവൃത്തിക്കും അനുസരിച്ചുള്ള ഫലമാണ് ഈശ്വര നിയമമനുസരിച്ചിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരനൊരു നിയമം കൽപ്പിച്ചിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ച് കർമ്മവും ഫലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും രാഗദ്വേഷങ്ങളൊന്നും ഇല്ല. ഇന്നാർക്കിന്നത് കൊടുക്കണം, ഇന്നാർക്കിന്നത് കൊടുക്കണ്ട എന്നൊന്നും രാഗദ്വേഷത്താൽ പ്രേരിതമായി ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഈശ്വരന്റെ അലംഘനീയമായ നിയമം സാർവത്രികമായി സർവോപരിയായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. ആ നിയമത്തിനനുസരിച്ച് കർമ്മങ്ങൾക്ക് അതാത് ഫലമുണ്ടാകുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള പക്ഷപാതവും അതിന്റെ പേരിൽ ഈശ്വരന്റെ ആർക്കും ആരോപിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സർവരും ഈശ്വര മാർഗത്തെയാണ് പിന്തുടരുന്നതെങ്കിലും ആ ഈശ്വര നിയമം അനുസരിച്ച് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും മുക്തരാകാൻ കഴിയുന്നില്ല. ചിലർ ബദ്ധരായിക്കൊണ്ടേയിരിക്കുന്നു, ചിലർ മുക്തരാകുന്നു. അതിന് കാരണം അതാത് ജീവന്മാരുടെ വാസനകളും കർമ്മങ്ങളും അറിവുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്ത്, ഈ മനുഷ്യലോകത്തിൽ കർമ്മണാം സിദ്ധിം കാംക്ഷന്തഃ, കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യർ ദേവതാഹ യജന്തേ, അനേക ദേവന്മാരെ, അനേക ഈശ്വരന്മാരെ ആരാധിക്കുന്നു, സത്കർമ്മങ്ങളിലൂടെ ആരാധിക്കുന്നു. മനുഷ്യലോകെ, ഈ മനുഷ്യലോകത്തിൽ കർമ്മജ സിദ്ധി, കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലപ്രാപ്തി ക്ഷിപ്രം ഭവതി, വളരെ എളുപ്പം കിട്ടുന്നുണ്ട്. വളരെ എളുപ്പം തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കർമ്മത്തിനനുസരിച്ച് ഫലം ഇവിടെ കിട്ടുന്നു എന്നുള്ള ഒരു നിയമമുണ്ടോ ഉള്ളതുകൊണ്ട് ഈശ്വരൻ പ്രത്യേകിച്ച് രാഗദ്വേഷങ്ങളോ പക്ഷപാതിത്വമോ ഇല്ല. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരം അവ്യയം. ശിഷ്യ